ഡിയേഴ്സ്, മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ, ചലനവും ചലന നിയമങ്ങളും എന്ന ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിന്നും എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം നമ്മളെ മൈൻഡിലോട്ട് വരണം ഈ സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം, അല്ലെ, വട്ടത്തിൽ കറങ്ങുന്നതിനെയാണ് നമ്മൾ സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം എന്ന് പറയുന്നത്. ഏതൊരു വസ്തു ചലിക്കുമ്പോഴും അല്ലെ മൂവ് ചെയ്യുമ്പോഴും അതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമ്മൾ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചതാണ് അല്ലേ. അതായത് പ്രവേഗം, പിന്നെന്തായിരുന്നു അല്ലെ, പ്രവേഗം പറയുമ്പോൾ വെലോസിറ്റി, ത്വരണം അല്ലെ, ആക്സിലറേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം മോഷൻ അവിടെ സ്ട്രെയിറ്റ് ലൈനിലായിരുന്നു. ഇവിടെ നമ്മൾ പഠിക്കുന്ന മോഷൻ എന്ന് പറയുന്നത് സർക്കിളിൽ മൂവിയാണ് അല്ലേ. അപ്പം സർക്കിളിൽ മൂവ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനുണ്ടാകും. പക്ഷേ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടെന്ന് മാത്രം. ഡയറക്ഷനും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. സോ ജസ്റ്റ് അത് നമുക്ക് പറഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്കറിയാം, നമ്മളൊരു കല്ലിനെ എന്ത് ചെയ്യണം, ഒരു ചടലിൽ കെട്ടിങ്ങനെ കറക്കുമ്പോൾ എന്ത് ചെയ്യും, അതിങ്ങനെ കറങ്ങും അല്ലേ, വട്ടത്തിൽ കറങ്ങും. ഓക്കെ, വട്ടത്തിൽ കറങ്ങുന്നുണ്ട്. ഈ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് പറയാം അതിൻ്റെ റേഡിയസ് ആണെന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ കല്ലിന് എന്ത് ചെയ്യാണ്, ഇങ്ങനെ കറക്കുകയാണ്. കല്ലിന് ഇങ്ങനെ കറക്കുക എന്ന് വിചാരിച്ചോളൂ. കല്ല് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ 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 കറങ്ങുകയാണ്. അപ്പോൾ കറങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊരു വസ്തുവും മൂവിയാണ് അല്ലേ. കറങ്ങുക മീൻസ് അത് മൂവിയാണ്. മൂവ് ചെയ്യുന്ന വസ്തുക്കൾക്കുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ മോഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ചു. എന്തൊക്കെയാണ്? വെലോസിറ്റി ഉണ്ടാകും അല്ലേ, പ്രവേഗം ഉണ്ടാകും, മലയാളത്തിൽ പറയും പ്രവേഗം, വി ഉണ്ടാകും. പിന്നെ ഉണ്ടാകുന്നതാണ് ആക്സിലറേഷൻ അല്ലേ, ആക്സിലറേഷൻ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ത്വരണം എന്നാണ് കേട്ടോ മലയാളത്തിൽ പറയാ, ത്വരണം ഉണ്ടാകും, ത്വരണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാം ഈ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ സദിശ അളവാണെന്ന് പറഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടാകും, ഡയറക്ഷനും ഉണ്ടാകും. ഓക്കെ, എന്താണ് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അളവും ഉണ്ടാകും, അതുപോലെ തന്നെ എന്താണ് ഡയറക്ഷനും ഉണ്ടാകും. അളവ് അതായത് ദിശയും ഉണ്ടാകും അല്ലേ. അപ്പം ഇവിടെ വളരെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മൂവ് ചെയ്യുന്ന ഈ കല്ലിന് അല്ലേ വെലോസിറ്റി ഉണ്ട്, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ അല്ലേ, നമ്മൾ ഈ പറഞ്ഞ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വേറെ വേറെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, വെലോസിറ്റി എന്ന് പറയുന്നതിൻ്റെ പ്രവേഗത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അളവിനെയാണ് നമ്മൾ സ്പീഡ് അല്ലെങ്കിൽ വേഗം എന്ന് പറയുന്നത് എന്ന് ബ്രാക്കറ്റിൽ പഠിച്ചോ. സ്പീഡ് അല്ലെങ്കിൽ വേഗം. നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോഴാണ് ആക്ച്വലി അത് പഠിക്കുക കറക്റ്റായിട്ട്. ഇപ്പോൾ നിങ്ങൾ ചെറിയ ഐഡിയ ഉണ്ടാക്കി വെക്കുക. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എന്തൊക്കെ ഉണ്ടാകും, മാഗ്നിറ്റ്യൂഡും ഉണ്ടാകും, ഡയറക്ഷനും ഉണ്ടാകും അല്ലേ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ സ്പീഡ് അല്ലെങ്കിൽ വേഗം എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരു കല്ലിങ്ങനെ മൂവ് ചെയ്യാണ് സർക്കുലാർ മോഷനിൽ വിചാരിച്ചോ. അപ്പോൾ അതിനെന്തുണ്ടാകും, വെലോസിറ്റി ഉണ്ടാവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക വെലോസിറ്റിക്ക് രണ്ടാൾക്കാരുണ്ട്, ഒന്ന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഒന്ന് അതിൻ്റെ ഡയറക്ഷനും. അപ്പോൾ ഈ കല്ല് കറങ്ങുന്ന സമയത്ത് ഓരോ പോയിന്റിലും കല്ലെത്തുമ്പോൾ ഇവിടെത്തി അല്ലേ, കല്ലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. കല്ല് ഇവിടെ എത്തുന്നു, ഇങ്ങനെ കല്ലിങ്ങനെ ഒരേ കല്ലാണ് കേട്ടോ. കല്ലൊക്കെ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് എല്ലാ പോയിന്റിലും വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അളവ് നമ്മൾ പറഞ്ഞു, അതിനെയാണ് നമ്മൾ സ്പീഡ് അല്ലെങ്കിൽ വേഗത എന്ന് പറയുന്നത്. അതെന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഈ സെയിം ആയിരിക്കും, എല്ലാ പോയിന്റിലും സെയിം ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 5 ആണെങ്കിൽ എല്ലാ പോയിന്റിലും 5 മീറ്റർ/സെക്കൻഡ് തന്നെ ആയിരിക്കും കേട്ടോ, എല്ലാ പോയിന്റിലും. അതുകൊണ്ടാണ് നമ്മളതിനെ സമചലനം അല്ലെങ്കിൽ യൂണിഫോം മോഷൻ, യൂണിഫോം സർക്കുലാർ മോഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, എല്ലാ പോയിന്റിലും എന്താണ് മാഗ്നിറ്റ്യൂഡ് അല്ലേ, വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ പറയുന്ന പേരാണ് സ്പീഡ്. എന്തായിരിക്കും, സ്പീഡ് അല്ലെങ്കിൽ വേഗം എന്തായിരിക്കും, സെയിം ആയിരിക്കും കേട്ടോ. സ്പീഡ് എന്തായിരിക്കും ഇടാ, സെയിം ആയിരിക്കും എന്നുള്ള പോയിന്റ് കിട്ടുക. ഇനി ഒരാളും കൂടി, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എന്താണ്, ഡയറക്ഷൻ ഉണ്ട് അല്ലേ. ഡയറക്ഷൻ എന്താണ്, ഒരു പ്രത്യേകതയുണ്ട്. ഓരോ പോയിന്റിലും എത്തുന്ന ഓരോ പോയിന്റിലും ഡയറക്ഷൻ ഡിഫറെൻ്റ് ആകും. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അല്ലേ ദിശയാണ്. അപ്പോൾ ദിശ എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ചു കൊടുക്കണം അല്ലേ. ദിശ എന്ന് പറയുന്നതായിരിക്കും ഓരോ പോയിന്റിലും അതിൻ്റെ ദിശ എന്ന് പറയുന്നത് അതിൻ്റെ ടാൻജൻറ്റിലൂടെ കടന്നു പോകും. ടാൻജൻ്റ് ആയിരിക്കും, തൊടുവരയായിരിക്കും കേട്ടോ. തൊടുവരയ്ക്കാണ് നമ്മൾ ദിശ. അതിൻ്റെ ദിശ എന്ന് പറയുമ്പം അതിൽ ആ ഒരു ഇപ്പം ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, കല്ല് ഇവിടെ എത്തി എന്ന് വിചാരിച്ചോളൂ. കല്ലിവിടെ എത്തി, അപ്പോൾ ആ കല്ലിലെ ദിശ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടാൻജൻറ്റ് വരച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഓരോ പോയിന്റിലും എന്ത് ചെയ്യും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. പക്ഷേ മാഗ്നിറ്റ്യൂഡ് നമ്മൾ പറയും സ്പീഡ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ള പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണ്, അപ്പോൾ നമ്മൾ വെലോസിറ്റിനെ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ആക്സിലറേഷൻ ആണ് അല്ലെങ്കിൽ ത്വരണം.
ത്വരണം എന്ന് പറയുന്നത് ഡയറക്ഷനെ പറ്റി പറയാം. ഡയറക്ഷനെ പറ്റി പറയുമ്പം ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ടുവേർഡ്സ് ദ സെൻറ്റർ ആയിരിക്കും. അതായത് നമുക്കറിയാം റേഡിയസ് ഉണ്ടാവില്ലേ, ഓരോ ഇപ്പോൾ കല്ല് ഇവിടെ എത്തുകയാണെങ്കിൽ അവിടെ നമ്മൾ റേഡിയസ് വരച്ചെടുക്കാൻ പറ്റും. അപ്പം ആ റേഡിയസിലൂടെ എന്തായിരിക്കും, സെൻറ്ററിലോട്ടായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ടുവേർഡ്സ് ദ സെൻറ്റർ അല്ലേ, നമ്മുടെ കേന്ദ്രത്തിലോട്ടായിരിക്കും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അത്ര നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക, ഈ സെൻറ്ററിലോട്ടുള്ള ആക്സിലറേഷന് അല്ലെ സർക്കുലർ മോഷനിലുള്ള ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണത്തെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ അഭികേന്ദ്ര ത്വരണം എന്ന്. ഇതിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി കൊടുക്കണം ടുവേർഡ്സ് ദ സെൻറ്റർ ആണെന്ന് കേട്ടോ. ടുവേർഡ്സ് ദ സെൻറ്റർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് പിന്നെ വേറൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം, ഫോഴ്സ് അല്ലേ. നമുക്കൊരു കാര്യം ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സാണ് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങാൻ അവരെ സഹായിക്കുന്നത്. ആ ഫോഴ്സിനെയാണ് നമ്മൾ പറയുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാലും ടുവേർഡ്സ് ദ സെൻറ്റർ, ആക്സിലറേഷൻ്റെ അല്ലെങ്കിൽ ത്വരണത്തിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ടുവേർഡ്സ് ദ സെൻറ്റർ എന്ന് വേണം നിങ്ങൾ എഴുതി കൊടുക്കാൻ കേട്ടോ. റേഡിയസിലൂടെ ടുവേർഡ്സ് ദ സെൻറ്റർ, സെൻറ്ററിലോട്ട് കേന്ദ്രത്തിലോട്ട് ആയിരിക്കും കേട്ടോ. നമ്മുടെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് മോഷൻ ഓഫ് എ ബോഡി അലോങ് എ സർക്കുലർ പാത്ത് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സർക്കുലർ മോഷൻ. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. ക്വസ്റ്റ്യൻ ഇതാണ്, സമവർത്തുള ചലനത്തിൽ അല്ലെങ്കിൽ യൂണിഫോം സർക്കുലർ മോഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ ഉണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സാധാരണ കേസിൽ യൂണിഫോം സർക്കുലർ മോഷൻ അല്ലെ യൂണിഫോം മോഷനിൽ ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ സമചലനത്തിൽ ട്രാവൽ ചെയ്യുന്ന ഒരു സംഭവത്തിന് എന്തുണ്ടാവില്ല, ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം ഉണ്ടാവില്ല. അത് നിങ്ങൾ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ ഇവിടുത്തെ കേസ് എന്താണ്, സമവർത്തുള ചലനമാണെങ്കിലും അല്ലേ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടാണെങ്കിലും അതിൻ്റെ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശയ്ക്ക് ഓരോ പോയിന്റിലും മാറ്റം വരുന്നുണ്ട്. സോ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ എങ്കിലും മാറുന്നുണ്ടല്ലോ. അപ്പോൾ ഡയറക്ഷൻ മാറുന്നുണ്ടെങ്കിൽ അവിടെ ത്വരണവും മാറും. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ത്വരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് വേണം എഴുതാൻ. കാരണം എന്താണ്, നമ്മുടെ പ്രവേഗത്തിൻ്റെ ദിശ ഓരോ പോയിന്റിലും വ്യത്യസ്തമാണ്. വെലോസിറ്റിന്റെ ഡയറക്ഷൻ ഓരോ പോയിന്റിലും ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് വേണം നിങ്ങൾ എഴുതി കൊടുക്കാൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ. നെക്സ്റ്റ് എന്താണ്, വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദ മോഷൻ ഓഫ് ദ ഒബ്ജക്ട് ഇൻ സർക്കുലർ മോഷൻ ഇഫ് ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇസ് ലോസ്. എന്നോട് ചോദിക്കുകയാണ്, ഇങ്ങനെ നമ്മളിങ്ങനെ കറക്കുന്ന സമയത്ത് ഈ അഭികേന്ദ്ര ബലം അല്ലെങ്കിൽ ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു കല്ലിൻ്റെ മോഷൻ എന്ത് സംഭവിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ പറയണം എന്താണ്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ചരടിൽ കെട്ടിയ ഒരു കല്ല് ഇങ്ങനെ കറക്കുകയാണെങ്കിൽ ആ ചരട് പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്ത് വിട്ടാൽ വിചാരിച്ചോ, കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ എന്ത് ചെയ്യുക, കല്ല് എങ്ങനെയാണ് മൂവ് ചെയ്യാന്ന് ചോദിച്ചാൽ ചിലർ പറയും കല്ല് ഉള്ളിലോട്ട് മൂവ് ചെയ്യും അല്ലെ കല്ല് പുറത്തോട്ട് പോകും. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് പറയേണ്ടത് എങ്ങനെയാണ്, കല്ല് തൊടുവരയിലൂടെ അല്ലെങ്കിൽ കല്ലെന്ത് ചെയ്യും, പാസസ് ത്രൂ ദി ടാൻജൻറ്റിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുക. കാരണം നമുക്കറിയാം നമ്മൾ ഒരു കല്ല് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് നോക്കുക, നമ്മൾ പണ്ട് പിടിച്ചിട്ടുണ്ട് ടാൻജൻറ്റ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ സെൻട്രൽ നിന്നുള്ള ഫോഴ്സ് കഴിഞ്ഞാൽ, ഫോഴ്സ് മീൻസ് ആ ഒരു സർക്കുലർ മോഷനിൽ അതിനെ ട്രാവൽ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇതിനിങ്ങനെ അടിപൊളിയായിട്ട് കറങ്ങാൻ പറ്റുന്നത്. അത് നഷ്ടപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് ടാൻജൻറ്റിലൂടെ തെറിച്ച് പോകും എന്ന് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. തൊടുവരയിലൂടെ കടന്നു പോകും അല്ലെങ്കിൽ പാസസ് ത്രൂ ദി ടാൻജന്റ് എന്ന് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ കേട്ടോ. നെക്സ്റ്റ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഞാൻ തരുന്നുണ്ട്. എന്താണ്, വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആൻഡ് സർക്കുലർ മോഷൻ. അഭികേന്ദ്ര ത്വരണത്തിൻ്റെ ദിശ എങ്ങോട്ടാണെന്നാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ, വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ എല്ലാം നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ അല്ലെ ഫോഴ്സിൻ്റെ ഡയറക്ഷനും ത്വരണത്തിൻ്റെ ഡയറക്ഷനും ആക്സിലറേഷൻ്റെ ഡയറക്ഷനും ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം എക്സാമൊക്കെ അടിപൊളിയായിട്ട് എഴുതി വരിക. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പം ആരും ടെൻഷനൊന്നും ആവണ്ട, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഇത് ആരും മറക്കണ്ട, എല്ലാവരും കമൻറ്റ് ചെയ്യാം. ഓക്കെ.